ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നതേ ഞാൻ അടിപൊളി ഒരു കൂന്തൽ തോരൻ റെസിപ്പിയുമായി വന്നിട്ടുണ്ടേ. അപ്പം എങ്ങനെ തുടങ്ങാല്ലേ? ചില നാടുകളിൽ ഇതിന് കണവേന്നും പേരുണ്ട് കേട്ടോ. കൂന്തൽ, കണവ, അങ്ങനെ രണ്ട് പേരുകളാണ് ഞാൻ ഇതിന് കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ വല്ല പേരുമാണ് ഇതിന് പറയുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ദേ നമ്മുടെ കൂന്തൽക്കുട്ടനെ നല്ല കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി അങ്ങോട്ട് എടുക്കാം. ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ഈ മഷി ഇളവാതെ വേണം അതിനെ അങ്ങോട്ട് എടുത്ത് സെപ്പറേറ്റ് ആക്കാൻ. പിന്നെ ഇതേ അകത്ത് ഇതുപോലെ ഗ്ലാസിൻ്റെ ഒരു സംഭവം ഉണ്ടേ, അതും എടുത്ത് മാറ്റി നമ്മൾ നല്ല പോലെ വൃത്തിയാക്കി കഴുകി ഇതേപോലെ സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി എടുത്തതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് ചട്ടിയിലടച്ച് വെക്കാം. നമ്മുടെ കണവക്കുട്ടൻ അവിടെ നിന്ന് തിളയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ കുഞ്ഞുള്ളിയും ഇഞ്ചിയെയും വെളുത്തുള്ളിയും നന്നായി അങ്ങോട്ട് ചതച്ച് സെറ്റാക്കി എടുക്കാം. ആദ്യം നമ്മൾ കുഞ്ഞുള്ളി ഇതുപോലെ ഇത്ര അങ്ങോട്ട് ചതച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ നന്നായി ഇടിച്ച് ഇതേപോലെ ചതച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇടിച്ച് ഈ ഒരു പരുവാക്കി മാറ്റി എടുത്തിട്ടുണ്ടേ. ഇനി നമ്മുടെ ആ ഇഞ്ചി പീസും കൂടെ അതേപോലെ നന്നായിട്ട് ഇടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 ഐറ്റവും ഇവിടെ ചതച്ച് റെഡിയായി ഇരിപ്പുണ്ടേ. ഇനി നമ്മുടെ കൂന്തൽ തോരന് വേണ്ട അരപ്പ് നമുക്ക് അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാം. അരക്കപ്പ് തേങ്ങയിലോട്ട് 2 മുളകും കുറച്ച് ജീരകവും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞു പോവരുതേ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതേപോലെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് തിളയ്ക്കാൻ വെച്ച നമ്മുടെ കൂന്തലിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായി സെറ്റായി വന്നിട്ടുണ്ടേ. ഞമ്മക്കിനി അടുത്തൊരടുപ്പിലേക്ക് ഒരു ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ചട്ടി അങ്ങോട്ട് ചൂടാകുമ്പം അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാകുമ്പം കടുകിനെ അങ്ങോട്ട് ഇട്ട് പൊട്ടിക്കാം. കടുക് എണ്ണയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടേ. ആ സമയം കൊണ്ട് നമ്മുടെ വറ്റൽമുളകും പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചതും കൂടെ അതിലേക്ക് ഇട്ടങ്ങോട്ട് കൊടുക്കാം. പിന്നൊരു കാര്യം കേട്ടോ, ഇത്രയും നന്നായിട്ട് എനിക്ക് റെസിപ്പീസ് ഒന്നും വെക്കാൻ അറിയില്ലേ. ഇതെല്ലാം എൻ്റെ കുഞ്ഞാടെ റെസിപ്പികളാണേ. നമ്മൾ ഈ റെസിപ്പിയുടെയൊക്കെ ജസ്റ്റ് നോട്ടക്കാരിയാണേ. നമ്മൾ മാറി നിന്ന് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കിയും റെഫറി പറഞ്ഞുമാണ് നമുക്ക് ശീലം. നമ്മൾക്ക് കഴിക്കാൻ മാത്രമേ അറിയൂ സാറേ. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇതിനെ ഒന്ന് മൂപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരമായ നമ്മുടെ കൂന്തലിനെയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ആ അരപ്പിലിട്ട് നന്നായി ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ടേ. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഇതിനെ അങ്ങോട്ട് അടച്ചു വെക്കാവേ. ഇതിലാകെ വരുന്ന എരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇട്ട പച്ചമുളകിൻ്റെയും പിന്നീട് ഇപ്പോൾ ഇട്ട ഈ കുരുമുളകിൻ്റെ എരി മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ അങ്ങോട്ട് സെറ്റാക്കുക. 2 കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് വെക്കുക. അടച്ചങ്ങ് വെക്കുക. നമ്മൾ സ്റ്റൗ ഓഫാക്കി കേട്ടോ. ആ ആവിലിരുന്ന് ഇത് ഒന്നും കൂടെ ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ. നമ്മുടെ കണവത്തോരൻ അടിപൊളിയായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വല്ലാത്ത ടേസ്റ്റാണേ. നമ്മൾ ഇതും കൂട്ടി ഒരു പ്ലേറ്റ് ചോറ് അറിയാതെ കഴിച്ചു പോവും, അത്ര ടേസ്റ്റാണെന്നേ. അപ്പോൾ ഇത്ര എളുപ്പമുള്ള ഈ അടിപൊളി റെസിപ്പി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ. പിന്നീട് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ കമൻ്റ് ഇടുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും നിങ്ങൾ മറന്നു പോകുന്ന ഞാൻ തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നീട് നിങ്ങളെ കമൻറ്റുകൾ ഇടാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടിപൊളി ഒരു പുതുപുത്തൻ വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.